മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്നും അത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ആരോപിച്ചാണ് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും റവല്യൂഷണറി ഗാർഡ് ആസ്ഥാനങ്ങൾക്കും നേരെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ യുദ്ധത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം കേവലം ആണവായുധങ്ങളോ അല്ലെങ്കിൽ ഇറാനിലെ ഭരണമാറ്റമോ ആണോ? അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരും ഭൗമരാഷ്ട്രീയ നിരീക്ഷകരും വിരൽ ചൂണ്ടുന്നത് മറ്റൊന്നിലേക്കാണ്. ഈ സംഘർഷം യഥാർത്ഥത്തിൽ ചൈനയെ തളയ്ക്കാനും ലോകത്തിന്റെ വിതരണ ശൃംഖലയെ നിയന്ത്രിക്കാനുമുള്ള അമേരിക്കയുടെ മാസ്റ്റർ പ്ലാൻ ആണെന്ന് വ്യക്തമാക്കുന്ന നിരവധി വസ്തുതകൾ പുറത്തു വരുന്നുണ്ട്. ഇറാനോ വെനീസ്വേലയോ പോലുള്ള എണ്ണ സമൃദ്ധമായ രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നത് തങ്ങളുടെ ആവശ്യത്തിനായി അവരുടെ എണ്ണ കവർന്നെടുക്കാനാണെന്ന ധാരണ മുൻപ് നിലനിന്നിരുന്നു. എന്നാൽ പുതിയ സാഹചര്യങ്ങൾ ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അമേരിക്കയുടെ ഊർജ്ജ സ്വയം പര്യാപ്തത. ഇന്ന് അമേരിക്ക കേവലം ഒരു പെട്രോളിയം ഉപഭോക്താവല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. പ്രതിദിനം 13 ദശലക്ഷത്തിലധികം ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുകയും വൻതോതിൽ പ്രകൃതിവാതകം വിദേശത്തേക്ക് അയക്കുകയും ചെയ്യുന്ന അമേരിക്കയ്ക്കും സ്വന്തം സമ്പദ്വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റ് രാജ്യങ്ങളിലെ എണ്ണയുടെ ആവശ്യമില്ല. എണ്ണ കൈക്കലാക്കുന്നതിനേക്കാൾ ആഗോള ഊർജ്ജ പ്രവാഹത്തെയും ലോജിസ്റ്റിക് ശൃംഖലയും നിയന്ത്രിക്കാനാണ് അമേരിക്കൻ തന്ത്രം മുൻഗണന നൽകുന്നത്. ആരെണ്ണ വിൽക്കുന്നു എന്നതിനേക്കാൾ ആർക്കെണ്ണ ലഭിക്കുന്നു എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കൈക്കലാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കയുടെ നീക്കങ്ങൾ മുസ്ലിം വിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാൻ ചില കോണുകളിൽ നിന്ന് ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഇതിന് വിപരീതമാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്ക് ദൃഢമായ സൈനിക സാമ്പത്തിക കരാറുകളുണ്ട്. വാഷിംഗ്ടണിന്റെ ഏറ്റവും വിശ്വസ്തരായ സുരക്ഷാ പങ്കാളികൾ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളാണ്. ഇറാന്റെ പ്രാദേശിക സ്വാധീനം കുറയ്ക്കാൻ അമേരിക്ക എത്രയും വേഗം ആക്രമണം നടത്തണമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഇത് കേവലം ഒരു മതപരമായ സംഘർഷമല്ല, മറിച്ച് മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള അധികാര മത്സരമാണെന്നാണ്. ശത്രുവിന്റെ സൈന്യത്തെ നേരിട്ട് നേരിടുന്നതിനേക്കാൾ ഫലപ്രദമാണ് അവരുടെ വിതരണ ശൃംഖല തകർക്കുന്നത്. ഇതിന് ചരിത്രപരമായി നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ടയർ നഗരം കീഴടക്കാൻ അദ്ദേഹം ദ്വീപിലേക്ക് അണക്കെട്ട് നിർമ്മിച്ച് കപ്പൽ പാതകൾ തടയുകയും വിഭവങ്ങൾ മുട്ടിക്കുകയും ചെയ്തു. ജൂലിയസ് സീസർ അലേഷ്യ നഗരത്തിന് ചുറ്റും മതിലുകൾ നിർമ്മിച്ച് ഭക്ഷണം എത്തുന്നത് തടഞ്ഞാണ് അദ്ദേഹം വിജയിച്ചത്. അഡ്മിറൽ സുൻ സീൻ ജപ്പാന്റെ വിതരണ കപ്പലുകളെ കടലിൽ വെച്ച് തകർത്ത് അദ്ദേഹം കൊറിയയെ സംരക്ഷിച്ചു. നെപ്പോളിയന്റെ പതനം റഷ്യൻ സൈന്യം നടപ്പിലാക്കിയ സ്കോർച്ച്ഡ് എർത്ത് പോളിസി മൂലം വിതരണ ശൃംഖലയെ തകർത്ത് നെപ്പോളിയന്റെ കൂറ്റൻ സൈന്യം നശിച്ചുപോയി. ഇന്ന് ചൈനയ്ക്ക് നേരെ അമേരിക്ക പ്രയോഗിക്കുന്നതും ഇതേ ലോജിസ്റ്റിക്സ് ഉപരോധമാണ്. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ്. പ്രതിദിനം 11 മുതൽ 12 ദശലക്ഷം വരെ ബാരൽ എണ്ണ അവർക്ക് ആവശ്യമാണ്. ഇതിൽ 70% വിദേശത്തു നിന്നാണ് വരുന്നത്. ചൈനയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ പകുതിയോളം കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഈ മേഖല സംഘർഷഭരിതമായാൽ ചൈനയുടെ വ്യവസായ ശൃംഖല സ്തംഭിക്കും. ഉപരോധം മറികടന്ന് ചൈന വാങ്ങിയിരുന്ന വെനസ്വേലൻ എണ്ണ ഇപ്പോൾ അമേരിക്കൻ സ്വാധീനത്തിലായ പുതിയ ഭരണകൂടം വന്നതോടെ US റിഫൈനറികളിലേക്ക് തിരിച്ചുവിട്ടു. ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 90% വാങ്ങിയിരുന്നത് ചൈനയാണ്. ഇറാനിൽ അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടം വന്നാൽ ചൈനയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഊർജ്ജ സ്രോതസ് എന്നേക്കുമായി നഷ്ടപ്പെടും. ആഗോള വ്യാപാരത്തിന്റെ 5% കൈകാര്യം ചെയ്യുന്ന പനാമ കനാലിൽ അമേരിക്കൻ സ്വാധീനം വർദ്ധിച്ചത് ചൈനയെ പ്രതിസന്ധിയിലാക്കി. ചൈനീസ് കയറ്റുമതിയുടെ പ്രധാന റൂട്ടായ ഇവിടെ ചരക്ക് നീക്കത്തിലൂടെ കാലതാമസവും ചെലവും വർദ്ധിക്കുന്നത് വിപണി മൂല്യത്തെ ബാധിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ ചൈനയ്ക്ക് മേൽ മേധാവിത്വം നേടാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇതിനാവശ്യമായ അപൂർവ ധാതുക്കളുടെ വിപണിയിൽ ചൈനയ്ക്കുള്ള കുത്തക തകർക്കാൻ ഗ്രീൻലാൻഡിലെ ധാതുഖനന മേഖലയിൽ അമേരിക്ക സ്വാധീനം ഉറപ്പിക്കുന്നു. വ്യവസായങ്ങൾക്ക് വിശ്വസനീയവും വില കുറഞ്ഞതുമായ വൈദ്യുതി ഉറപ്പാക്കുന്നതിൽ ചൈനയെ പരാജയപ്പെടുത്തുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇന്ത്യ ബ്രിക്സ് അംഗമാണെങ്കിലും അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു നിർണായക രാജ്യമായി മാറിയിട്ടുണ്ട്. ക്വാഡ് സഖ്യം. വാഷിംഗ്ടണുമായുള്ള തന്ത്രപരമായ സഹകരണം ഇന്ത്യ ശക്തിപ്പെടുത്തി. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയും മറ്റ് സ്രോതസ്സുകളെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത് ചൈനീസിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്കയുമായി ചേർന്ന് ഒരു പുതിയ വിവരണ ശൃംഖല കെട്ടിപ്പടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമമാണ്. ആധുനിക ലോകത്തെ യുദ്ധവിജയം പ്രദേശം പിടിച്ചടക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ആഗോള വിതരണ ശൃംഖലയെ നിയന്ത്രിക്കുന്നതിലാണ്. ശത്രുവിന്റെ ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ ദുഷ്കരമാക്കുക വഴി അവരെ സാമ്പത്തികമായി തകർക്കാം. മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ ആക്രമണങ്ങൾ ഇറാനെ ലക്ഷ്യം വെച്ചാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അത് ചൈനയുടെ ഊർജ്ജ സുരക്ഷയെ തകർക്കാനുള്ള അമേരിക്കയുടെ ദീർഘവീക്ഷണമുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന നയം നടപ്പിലാക്കാൻ ട്രംപും കൂട്ടരും തിരഞ്ഞെടുത്തത് ലോകത്തിന്റെ ഊർജ്ജ സ്ഥിരകളെ നിയന്ത്രിക്കുക എന്ന തന്ത്രമാണ്. യുദ്ധത്തിലും ബിസിനസ്സിലും ലോജിസ്റ്റിക് കേവലം ഒരു സഹായ പ്രവർത്തനം മാത്രമല്ല, അതൊരു സുപ്രധാനമായ യുദ്ധതന്ത്രമാണ്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ ഈ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾക്കൊപ്പം തന്നെ വലിയ തന്ത്രപരമായ നേട്ടങ്ങൾക്കും വഴി തുറക്കുന്നുണ്ട്. പ്രധാന നേട്ടങ്ങൾ
കാരണങ്ങൾ ഇവയാണ്. ചൈനയുടെ എണ്ണ വിതരണ ശൃംഖല തടസ്സപ്പെടുമ്പോൾ അമേരിക്കയുമായുള്ള ദൃഢമായ ബന്ധം വഴി ഇന്ത്യക്ക് ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ ഉറപ്പാക്കാൻ സാധിക്കും. റഷ്യൻ എണ്ണയെ അമിതമായി ആശ്രയിക്കുന്നത് കുറച്ച് വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കുന്നു. ഇറാന്റെ സ്വാധീനം കുറയുന്നത് ഇന്ത്യയുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾക്ക് കരുത്തു പകരും. ഇത് മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ താൽപര്യങ്ങൾക്ക് ഗുണകരമാകും. ചൈനീസ് വിതരണ ശൃംഖലകൾ ദുർബലമാകുന്നത് ആഗോള കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ കാരണമാകും. ചൈന +1 നയത്തിന്റെ ഭാഗമായി കൂടുതൽ ഉൽപാദന കേന്ദ്രങ്ങൾ ഇന്ത്യയിലേക്ക് മാറാൻ ഇത് വഴിയൊരുക്കും. അമേരിക്കയുമായുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം വഴി ക്രിട്ടിക്കൽ മിനറലുകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും മുന്നേറ്റം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. ചൈനയുടെ കുത്തക തകർക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങളിൽ പങ്കാളിയാകുന്നതിലൂടെ ഭാവി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യക്ക് നിർണായകമായ സ്ഥാനം ലഭിക്കും. ചുരുക്കത്തിൽ ചൈനയെ തളയ്ക്കാനുള്ള അമേരിക്കൻ തന്ത്രങ്ങൾ ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കാനേ സഹായിക്കൂ.